സുരഭി, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്തോന്ന്? നീ എന്റെ മുറിയിൽ നിന്ന് മാല വല്ലതും എടുത്തോ? മനസ്സിലായില്ല. എന്റെ ഒരു സ്വർണ്ണമാല കാണുന്നില്ല. അതുകൊണ്ട്? അല്ല, സാധാരണ നീയാണല്ലോ ആരും ഇല്ലാത്തപ്പോ ഞങ്ങളുടെ മുറിയിൽ കയറാറുള്ളത്. അതുകൊണ്ട് എന്റെ മാല എങ്ങാനും എടുത്തോന്ന്. നിങ്ങൾ ഈ റൂമിൽ കയറാറില്ലേ? ഞാൻ കയറാറുണ്ടെന്നുണ്ടെങ്കിലും ഇതുപോലെ ഒന്നും സാധനങ്ങളൊന്നും കട്ടെടുക്കാറില്ല. ഓ, അപ്പൊ ഞാൻ നിങ്ങളെ റൂമിൽ കയറി നിങ്ങൾ മാല എടുത്താണ് പറയുന്നത്? ആ, എനിക്കത് സംശയമില്ലാതില്ല. കാരണം നീയാണല്ലോ ബിസിനസ് ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്റെ മാല കിട്ടിയ സൗകര്യമാകുമല്ലോ. ചേച്ചിന്ന് വിളിച്ച നാവുകൊണ്ട് എന്നെ കൊണ്ട് വേറൊന്നും വിളിപ്പിക്കരുത്. എനിക്ക് നിങ്ങളുടെ മാല വിറ്റിട്ട് കട തീർക്കാനുള്ള അവസ്ഥ എനിക്കുണ്ടായിട്ടില്ല കേട്ടാ. ഇനി എന്തെങ്കിലും സംസാരിക്കുമെങ്കിൽ എന്റെ ഈ കയ്യിൽ ചൂട് നിങ്ങൾ അറിയും. സംസാരം അരിക്കില്ല ഉണ്ടാവുന്നത്. എന്തുവാ അവിടെ? മുത്തുവേ, മുത്തു, ഓ ഇനി അവിടെ പോയി കിടക്കുക. ഓ, എന്താ പാടാ അവിടെ ബഹളം? കൊറേ നാളായി നീ എന്നെ ഭീഷണിപ്പെടുത്തി തുടങ്ങിയിട്ട്. നീ എന്താന്ന് വെച്ചാ ചെയ്യടി ചെയ്യും ഞാൻ. മാല എടുത്തു പോലും ഞാൻ. മാല നീ എടുത്തോണ്ട് തന്നെ ഞാൻ ചോദിക്കാൻ വന്നത്. കേട്ടിട്ട് മരുമക്കള് തമ്മിൽ അടി കൂടുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. നീ പോയി രണ്ടിനെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ. ഞാനാ? പിന്നെ ഞാനല്ലാതെ പിന്നെ ആരാ? അല്ല, അതിന്റെ ഇടയിൽപ്പെട്ടെ അവരെന്നെ എടുത്തിട്ട് അടിച്ചാലാ? പിന്നെ എന്നെ അടിക്കുന്നത് പോയി വിളിച്ചോണ്ട് വേടാ. കൊച്ചമ്മ, കൊറേ സമയം കഴിഞ്ഞിട്ട് എന്നെ കണ്ടില്ലെങ്കിലേ ഒന്ന് അന്വേഷിച്ചേക്കണേ. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇവരിതെന്തുവാ? ഇവന് ഭട്ടായോ എന്തോ. മര്യാദയുടെ ഭാഷയിൽ ഞാൻ സംസാരിച്ചു. ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെറിയ മണ്ടയ്ക്ക് അടിക്കും ഞാൻ. ഓ, ഇതാണ് നിന്റെ മര്യാദയുടെ ഭാഷ. എന്നാ അടിക്കടി. അന്തസ് വേണം. മാല ഒന്ന് ശ്രദ്ധിക്കണേ. ഹലോ, ഒന്ന് ശ്രദ്ധിക്കണേ. എന്താ ഞാൻ പറയാനുള്ളത് അങ്ങ് പറയാം. അതിനുശേഷം നിങ്ങൾ അടി കൂടുകയോ പിടികൂടുകയോ എന്താന്ന് വെച്ചാൽ ആവാം. എന്താ കാര്യം? നിങ്ങൾ രണ്ടുപേരുടെയും ബഹളം കൊച്ചമ്മയുടെ ചെവിയിൽ എത്തിയിട്ടുണ്ട്. താഴേക്ക് വിളിക്കുന്നുണ്ട്. രണ്ടുപേർക്കും അങ്ങോട്ട് പോകാം. ഇനി ബാക്കി ഞാൻ അവിടെ പറഞ്ഞോളാം. അവിടെ തന്നെ കാണിക്കണേ. മുത്തോളത്തിന് തലയിൽ ഹെൽമെറ്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ എന്റെ സുരക്ഷ ഞാൻ നോക്കണ്ടേ? എന്തൊക്കെ ചെയ്താലേ മുത്തോളിനെ കിട്ടാതെ എപ്പോഴും കിട്ടിക്കോളും. പോടന്നിട്ട് നിങ്ങളൊക്കെ ഇടയിൽ വന്ന് ചാടിയിട്ട് നിങ്ങളെ എല്ലാം കൂടെ എന്റെ മണ്ട അടിച്ച് കയറാനായിട്ട്. എന്താന്നാലും ഇതും വെച്ചോണ്ട് നടക്കുന്നതാണ് നല്ലത്. അമ്മ, കരയാൻ പറ്റട്ടെ. നിക്കേ, അടുത്ത ആളും കൂടെ വരട്ടെ. അല്ല, വേണ്ട. സുരഭിയും കൂടെ വന്നിട്ട് രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുമ്പോ ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കാം. അപ്പൊ പറഞ്ഞാൽ മതി. അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ. ഒന്നല്ലോ. അതെ, രണ്ടുപേരും കൂടി ഈ കിടന്ന് വിളിച്ചു കൂന്നത് എവിടെ നിന്നോണ്ടാണെന്ന് വല്ല ഓർമ്മയുണ്ടോ? അമ്മ, ഞാൻ പറഞ്ഞോളാം. എന്നെ പറ്റി പിന്നെ തോന്നിയ പറഞ്ഞ് ഞാൻ ചുമ്മാ നിൽക്കണോ? എന്തോ തോന്നിയ പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. അമ്മ, എന്റെ മുറിയിലിരുന്ന ഒരു മാല രാവിലെ അമ്മ പറഞ്ഞില്ല ഒരു മാല മാറ്റി വാങ്ങുന്ന കാര്യം. അതനുസരിച്ച് ബന്ധം അമ്മ, അതിനനുസരിച്ച് എനിക്കൊരു മാല മാറ്റി വാങ്ങാനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോയി തപ്പിയപ്പോ എനിക്ക് ആ മാല കാണാനില്ല. ഞാൻ ഇവളുടെ റൂമിലൊന്ന് പോയി വളരെ മാന്യമായിട്ട് ഞാൻ ചോദിച്ചു, സുരഭി മോളെ, നീ എന്റെ മാല കണ്ടോ? അത് അവിടെ ഇരിക്കുന്ന കാണാനില്ല ഇപ്പൊ എന്ന് ചോദിച്ചു. അതിന് ഇവിടെ എന്തൊക്കെയാ എന്നെ കിടന്ന് പറഞ്ഞെന്നറിയോ അമ്മയ്ക്ക്? എന്റെ പൊന്നി, പറഞ്ഞ മൊത്തം പുളുവാണ് പറയുന്നത്. നീ ആ പുളു പറയണേ സംസാരിച്ചത് ഭയങ്കര മോശമാണ് സംസാരിച്ചത്. ഞാൻ എവിടെ ഉണ്ടാകുന്നോണം. ഞാൻ എവിടെ റൂമിൽ കയറി അടിച്ചു മാറ്റുന്ന ഇതിനാണ് സംസാരിച്ചിരിക്കുന്നത്. അമ്മ, എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഞാനില്ലാത്തപ്പോഴൊക്കെ എന്റെ മുറിയിൽ കയറുന്നത് ഇവളാ. നിങ്ങൾ കണ്ടോ ഞാൻ നിങ്ങളെ മുറി കയറുന്നത്? ഞാൻ കണ്ടില്ല, പക്ഷെ മുത്തോളം കണ്ടിട്ടുണ്ടല്ലോ. നീ പല മുറി കയറാറുണ്ടോ? നീ എന്റെ പൊന്നമ്മ, ഇല്ല, ഇവരാണ് എന്റെ മുറി കയറുന്നത്. ഇവൾ എന്റെ മുറി കയറുന്ന മുത്തോണം കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പറയുന്നത് അവരൊരു അക്ഷരമുണ്ട്.